നമ്മൾ പറഞ്ഞു വരുന്നത് ഫോർ എ ബൈനറി ഹാഫ് സബ്ട്രാക്ടർ ഹാവിംഗ് എ 2 ഇൻപുട്ട് എ ആൻഡ് ബി correct set of logic expression for the output d and borrow x. പറഞ്ഞേ ആൻസർ പറഞ്ഞേ. സി അല്ലേ? എ ബാർ ബി പ്ലസ് എ ബി ബാർ അല്ലെങ്കിൽ എ എക്സ് ഓർ ബി. എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? സബ്ട്രാക്ഷന്റെ ബോറോ എന്ന് പറയുന്നത് എന്താണ്? എ ബാർ ബി. എല്ലാവരും കാണുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇത് എ ബാർ ബി ആണ്. എ ബി ബാർ എല്ലാവർക്കും ഓക്കെ ആണ്. ഇത് നമ്മൾ പഠിച്ചതാണ്, ശരിയല്ലേ? ഡയറക്റ്റ് എക്സ്പ്രഷൻ ആണ് പറയുന്നത്. ഇഫ് ദ ഫംഗ്ഷൻ ഡബ്ല്യു എക്സ് വൈ സെഡ്, ഡബ്ല്യു എന്ന് പറയുന്ന ആർ പ്ലസ് പി ബാർ ക്യൂ പ്ലസ് ആർ ബാർ എസ്, ഇതിൽ ഏതൊക്കെയാണ് വാലിഡ് ആയിട്ടുള്ള എക്സ്പ്രഷൻ എന്ന് ചോദിച്ചേക്കുന്നത്? നല്ല ക്വസ്റ്റൻ ആയിരുന്നു. ഇതിന്റെ ആൻസർ പറഞ്ഞേ. കിട്ടിയായിരുന്നു ആർക്കെങ്കിലും ഇതിന്റെ ആൻസർ? ഇത് നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് പറയാം? ആർ പ്ലസ് പി ബാർ ക്യൂ പ്ലസ് ആർ ബാർ എസ്. ഈ ആറോട് ആകുമ്പോഴത്തേക്ക് എങ്ങനെ പറയാം? ആർ പ്ലസ്, ഇതെല്ലാവർക്കും ഓക്കെ അല്ലേ ഈ എക്സ്പ്രഷൻ എഴുതിയത്? ആർ പ്ലസ് എസ് എ പ്ലസ് എ ബാർ ബി എന്നെല്ലാം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എ പ്ലസ് ബി നമ്മൾ പറയാറുണ്ട്, ശരിയല്ലേ? ആ ഇക്വേഷൻ അപ്ലൈ ചെയ്ത് എല്ലാവർക്കും ക്ലിയർ ആണ്. രണ്ടാമത്തെ എക്സ്പ്രഷൻ പറയുകയാണെങ്കിൽ എക്സിന്റെ കാര്യത്തിൽ രണ്ടാമത്തെ നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ വാല്യൂ എന്താ വരുന്നത് പറയാം? സിംപ്ലിഫൈഡ് എക്സ്പ്രഷൻ ആയിട്ട് പറയുമ്പോൾ നമ്മൾ ഇതുപോലത്തെ ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട്. ബൂളിയൻ എക്സ്പ്രഷൻ വെച്ച് തന്നെ സോൾവ് ചെയ്യാൻ നോക്കുകയാണെങ്കിൽ ഇതൊരു 2 പ്രാവശ്യം കൊടുക്കും. പി ക്യൂ ബാർ ആർ ബാർ എസ് ബാർ, പി ക്യൂ ബാർ ആർ ബാർ എസ് ബാർ. 2 ആവശ്യമുള്ളൂ അല്ലേ? അപ്പൊ എന്ത് ചെയ്യാം? ഇതും ഇതുകൂടെ നമുക്ക് എടുക്കുമ്പോഴത്തേക്ക് എന്ത് കിട്ടും? ഈ പറഞ്ഞ പി ബാറും ഈ പറഞ്ഞ ടേം പുറത്തെടുത്തു. അപ്പൊ ക്യൂ ബാർ പ്ലസ് ആർ ബാർ പ്ലസ് എസ് ബാർ. എല്ലാവർക്കും ഓക്കെ ആണെന്ന് തോന്നുന്നു. അടുത്ത ഈ പറഞ്ഞ ടേമും ഈ ടേമൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് എഴുതാം? പി ആർ ബാർ എസ് ബാർ. അവിടെയും ക്യൂ പ്ലസ് ക്യൂ ബാർ എന്ത് ചെയ്യും? 1 ആയി പോകും. എല്ലാവർക്കും ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നു. ക്ലിയർ അല്ലേ ഇത്? നമുക്ക് അത് ചെയ്തു വരാം. ഓരോ എക്സ്പ്രഷൻ ആയിട്ട് ചെയ്തു വരാം. അടുത്ത വൈയുടെ എക്സ്പ്രഷൻ നമുക്ക് എന്ത് കിട്ടുമെന്ന് പറഞ്ഞു സോൾവ് ചെയ്യുമ്പോൾ നമ്മൾ ഡബ്ല്യു പറഞ്ഞു, എക്സ് പറഞ്ഞു. നമുക്ക് റിലേഷനൊക്കെ അതിനുശേഷം കണ്ടുപിടിക്കാം. ആദ്യം എല്ലാത്തിൻ്റെയും സ്മോൾ എക്സ്പ്രഷൻ നമുക്ക് ആദ്യം കണ്ടുപിടിക്കാം, ശരിയല്ലേ? അപ്പൊ ഇപ്പം നമ്മൾ ഡബ്ല്യു പറഞ്ഞു, എക്സ് പറഞ്ഞു, വൈയുടെ കാര്യമാണ് ചോദിക്കുന്നത്. വൈയുടെ കേസ് നമ്മൾ ചെയ്തു വരുമ്പോൾ എങ്ങനെ കിട്ടും? പറയൂ. ആർ ബാർ പ്ലസ് എസ് ബാർ എസ് പ്ലസ് പി ബാർ പ്ലസ് ക്യൂഒ, അങ്ങനെ കിട്ടുമോ? നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കുന്ന വൈയുടെ കാര്യമാണ്. ശരി, അത്രയും ചെറിയ എക്സ്പ്രഷൻ കിട്ടുമോ? ഇവിടെ നമ്മൾ പറയുമ്പോൾ ഉണ്ടല്ലോ, ഈ കാണുന്നത് 2 2 ഇവിടെ ഒരു ഗ്യാപ്പ് ഉണ്ട്. അപ്പൊ ആ ക്യൂ ബാർ പുറത്ത് വരും. അപ്പൊ അങ്ങനെ വരികയാണെങ്കിൽ ഇക്വേഷൻ നമുക്ക് എന്താ പറയാം? നമുക്ക് ആർ എസ് അതുപോലെ തന്നെ ഇട്ടു പ്ലസ് നമ്മളിപ്പം ആ പറയുന്ന മെയിൻ ഇതവിടെ തന്നെ വെച്ചു. എന്നിട്ട് നമ്മൾ പറയുന്നത് പി ക്യൂ ബാർ പ്ലസ് പി ബാർ പ്ലസ് ക്യൂ ബാർ. ഇതിങ്ങനെയാണ് എക്സ്പ്രഷനെ, ഓക്കെ അല്ലേ? അപ്പൊ ഇതിൽ നിന്ന് നമ്മൾ എന്തെടുത്തു? ക്യൂ ബാർ പുറത്തിറക്കിയാൽ പിയും പി ബാറോട് ആഡ് ചെയ്യും. അപ്പൊ അത് 1 ആയി പോവും. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം? ക്യൂ ബാർ എന്നുള്ള ടൈം വരും. അപ്പൊ ആർ എസ് പ്ലസ് പി ആർ പ്ലസ് ക്യൂ ബാർ. ഇവിടെ വരെ ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും ഓക്കെ ആണോ? പറഞ്ഞേ. ആർ എസ് പ്ലസ് പി ബാർ ക്യൂ പ്ലസ് ആർ ബാർ ക്യൂ ചെയ്തില്ല, ഡിമോർഗൻ സപ്ലൈ ആണ്. അപ്പോഴത്തേക്കും ക്യൂ ബാർ ക്യൂ ആയി, ആ പറഞ്ഞ പ്ലസിന് പകരം മൾട്ടിപ്ലിക്കേഷൻ ആയി, ഈ പറഞ്ഞ പി ആറിന് പകരം നമുക്ക് എന്തായി? പി ബാർ പ്ലസ് ആർ ബാർ ആയി. എല്ലാവർക്കും ഓക്കെ ആണ് ഇവിടം വരെ? ആ എക്സ്പ്രഷൻ എന്ത് കിട്ടി?
RS പ്ലസ് P bar Q പ്ലസ് R bar. ഇനി ഈ പറഞ്ഞ സെഡ് എന്ന് പറഞ്ഞേ R പ്ലസ് S പ്ലസ് ഓരോന്നായിട്ട് ചെയ്യണം. ഇവിടെയും നമുക്ക് ഈ കാണുന്നത് ഓരോന്നായിട്ടാണ്, അല്ലാതെ ഇത് ഒറ്റ ഇതല്ല, അത് ഓർത്തോണം. ഇവിടെയും നമുക്ക് ഓരോന്നായിട്ടാണ്. ഈ കാണുന്നതിന് പകരം Q ബാർ S ബാർ ആണ് ഇവിടെ കാണുന്നത്. ഇങ്ങനെയുള്ള ഇക്വേഷൻ വരുന്ന സമയത്ത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, ശരിയല്ലേ? ഡിമോറൻ സപ്ലൈ ചെയ്ത് സോൾവ് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ, അല്ലാതെ കേമാപ്പ് ഒന്നും കയറി ഇവിടെ യൂസ് ചെയ്യാൻ പറ്റില്ല, ശരിയല്ലേ? ഇവിടെ എല്ലാം മിൻ ടേംസോ മാക്സ് ടേംസോ എല്ലാം വരാതെ നമുക്ക് എങ്ങനെ യൂസ് ചെയ്യാൻ പറ്റില്ല? കേമാപ്പ് ഒന്നും യൂസ് ചെയ്യാൻ പറ്റില്ല, നമ്മൾ ഇങ്ങനെ തന്നെ സോൾവ് ചെയ്തേ പറ്റുള്ളൂ. അപ്പൊ പറഞ്ഞേ, R പ്ലസ് S പ്ലസ് ചെയ്തു വാ. ആരും ഒന്നും പറയുന്നില്ലല്ലോ, പറഞ്ഞേ. നമ്മൾ ഇവിടുന്ന് പറയുകയാണെങ്കിൽ R പ്ലസ് S അവിടെ നിർത്തി, ഈ പറയുന്ന ഇത് അവിടെ നിൽക്കട്ടെ, ഇത് എഴുതാൻ വേണ്ട, ഇവിടെ ഉള്ള കാര്യം മാത്രം ആദ്യം പറയാം. അപ്പൊ ആദ്യം PQ പ്ലസ് PQ ബാർ S ബാർ പ്ലസ് P ബാർ Q ബാർ R ബാർ. നമ്മളൊന്ന് തിരിച്ചെഴുതുന്നുള്ളേ ഉള്ളൂ. ഈ PQS ഇപ്പുറത്തോട്ട് കൊടുക്കും, എന്നിട്ട് PQRന് P ബാർ Q ബാർ R ബാറിന് നമ്മൾ എന്തെടുത്ത് അപ്പുറത്തോട്ട് കൊടുക്കും. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്ത് പറയാം? P ഇൻറ്റു Q പ്ലസ് Q ബാർ S ബാർ. ഇതിൽ നിന്ന് ഒരു എക്സ്പ്രഷൻ കിട്ടും. എന്ത് കിട്ടും? ഈ ടേം നമുക്ക് എന്ത് എഴുതാം? Q പ്ലസ് S ബാറിന് എഴുതാം. ഇത് ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. നമ്മളെന്ത് ചെയ്തു? മൾട്ടിപ്ലിക്കേഷനെ മുഴുവൻ ആഡാക്കി, ബാർ മുഴുവൻ നമ്മൾ ബാറില്ലാത്തടത്തെല്ലാം ബാർ കൊടുത്തു, ബാറുള്ളിടത്തെല്ലാം ബാർ ഇല്ലാതാക്കി. അങ്ങനെ വന്നപ്പോൾ എന്ത് കിട്ടി? P പ്ലസ് Q ബാർ S ഇൻറ്റു P പ്ലസ് Q പ്ലസ് R. R പ്ലസ് S പ്ലസ് P ബാർ Q ആണ് കിട്ടുന്നത് മഞ്ജുശ്രീ. ഇതിന് നമ്മൾ എന്ത് ചെയ്യണം? മൾട്ടിപ്ലൈ ചെയ്യണം. P ബാർ പ്ലസ് Q ബാർ S ഇൻറ്റു P പ്ലസ് Q പ്ലസ് R. യെസ്, R പ്ലസ് S പ്ലസ് P ബാർ Q എന്ന് കിട്ടും. റൈറ്റ്. നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പം P ബാർ Q പ്ലസ് P ബാർ R പ്ലസ് PQ ബാർ S പ്ലസ് Q ബാർ RS. ഇവിടെ വരെ ഓക്കെ ആണോ? ഇതിൻ്റെ കൂടെ ആരോടുണ്ട്? R പ്ലസ് S കൂടെ ഉണ്ട്. അതിൽ നിന്ന് R S ഉള്ള എല്ലാ ടേമും പോവും. അപ്പൊ എന്ത് കിട്ടും? P ബാർ Q പ്ലസ് R പ്ലസ് S. അതെ, ഞാൻ എന്താ അങ്ങനെ ചോദിച്ചേ? PQ R ഓൾ ബാർ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ പറയാം? P ബാർ പ്ലസ് QR പ്ലസ് R ബാർ എന്ന് എഴുതാം. കറക്റ്റാണ്. സ്റ്റാർട്ടിങ് ഇതല്ലേ പറഞ്ഞു വരുന്നത്?
ഈ എക്സ്പ്രഷൻ ആണോ പറഞ്ഞു വരുന്നത്? ആ എക്സ്പ്രഷൻ നമുക്ക് പി ക്യൂ ഇതേ എക്സ്പ്രഷൻ താഴോട്ട് എഴുതുന്നുള്ളേ ഉള്ളൂ. അതിന്റെ മുകളിലത്തെ എക്സ്പ്രഷൻ താഴോട്ട് എഴുതുന്നല്ലേ ഉള്ളൂ. ഓക്കെ അല്ലേ? നയനെ ഉദ്ദേശിച്ചത് ഇതാണോ? ഈ ക്വസ്റ്റ്യനിൽ കാണുന്ന ഈ ലൈനാണോ? ഇത് അങ്ങനെ ആക്ച്വലി ക്വസ്റ്റ്യൻ അതല്ല. ക്വസ്റ്റ്യനിൽ കാണുന്ന ആ ലൈൻ അല്ലത്, അത് ഇങ്ങനെയാണ്. അതുകൊണ്ടാണ് അത് പ്രത്യേകം വരച്ച് കാണിച്ചത്. ക്വസ്റ്റ്യനിൽ ആക്ച്വലി ഇങ്ങനെയാണ്. കേട്ടോ നേരാ? ഈ ക്വസ്റ്റ്യനിലുള്ള ഈ വര ഒറ്റ ലൈൻ അല്ല, അതിന്റെ ഇടയ്ക്ക് ഡോട്ട് ഉണ്ട്, ഗ്യാപ്പ് ഉണ്ട്. അത് കാണിച്ചിട്ടുണ്ടെന്നുള്ളതേ ഉള്ളൂ. മനസ്സിലായില്ലേ നേന? അത് ക്വസ്റ്റ്യൻ്റെ അകത്ത് നമ്മൾ ആ വരച്ചു വന്നപ്പോൾ ഉള്ള ബുദ്ധിമുട്ടാണ്. ആക്ച്വലി ക്വസ്റ്റ്യൻ്റെ അകത്ത് ഒരു ഗ്യാപ്പ് ഉണ്ട്. അപ്പം പി ബാർ ക്യൂ ബാർ ആർ ബാർ ആണ് അവിടെ ഇക്വേഷൻ. അടുത്ത ടേം ഏതെന്ന് ചോദിച്ചാൽ പി ക്യൂ ബാർ എസ് ബാർ ആണ്. ഇതെല്ലാവർക്കും ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് എന്ത് പറയാം? യെസ്. അപ്പൊ നമുക്ക് ഇപ്പൊ ഇതിന്റെ എന്ത് പറയാം? ഡബ്ല്യു ഈസ് ഈക്വൽ ടു എന്താന്ന് പറയാം? സെഡ് ആണെന്ന് പറയാം. കാരണം പി ബാർ ക്യൂ പ്ലസ് ആർ പ്ലസ് എസ് തന്നെയാണ് എന്ത്? നമ്മുടെ ഡബ്ല്യു. അപ്പം ഡബ്ല്യുവും സെഡ് സെയിം ആയി. ഇനി എക്സും വൈയുമായിട്ട് വല്ല റിലേഷൻ ഉണ്ടെന്ന് പറയണം. എക്സും വൈയും നമുക്ക് നോക്കി അറിയാൻ രണ്ടും രണ്ട് എക്സ്പ്രഷൻ ആണ്. ശരിയല്ലേ? അത് ഇതുമായിട്ടൊരു ബന്ധമില്ല. ഇനി അറിയേണ്ടത് എക്സും സെഡുമായിട്ട് ബന്ധമുണ്ടോ? അതിന് സെഡ് ബാർ ആണ് അവിടെ പറയുന്ന ഓപ്ഷൻ. അപ്പൊ സെഡ് ബാർ എടുത്താൽ നമുക്ക് എന്ത് കിട്ടുന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ. സെഡ് ബാർ ഇതിന്റെ ബാർ എടുത്താൽ നമുക്ക് വാല്യൂ എന്ത് വരും? നമുക്ക് പി ബാർ ക്യൂ പ്ലസ് ആർ പ്ലസ് എസ് എന്ന് പറഞ്ഞാൽ പി ക്യൂ ബാർ ഇൻറ്റു ആർ എസ് ആർ ബാർ എസ് ബാർ. അപ്പൊ ഈ വീണ്ടും എക്സ്പ്രഷൻ പറയുകയാണെങ്കിൽ പി ആർ ബാർ എസ് ബാർ പ്ലസ് ക്യൂ ബാർ ആർ ബാർ എസ് ബാർ. അത് തന്നെയാണ് എന്ത് ഈ കാണുന്ന എക്സ്പ്രഷൻ. ശരിയല്ലേ? ഇത് രണ്ട് സെയിം തന്നെയാണ്. അപ്പൊ നമുക്ക് എന്ത് പറയാം? എക്സ് ഇസ് ഈക്വൽ ടു സെഡ് ബാർ എന്ന് പറയാം. അപ്പൊ ഏത് എക്സ്പ്രഷൻ വരും? എ ആയിരിക്കും ആൻസർ. എല്ലാവർക്കും ഓക്കെ അല്ലേ ഇത്? ഓക്കെ അല്ലേ ഇത്? മുന്നോട്ട് പോക്കോട്ടെ. മുമ്പോട്ട് പോക്കോട്ടെ. പറഞ്ഞേ. ഓക്കെ ആണ്. അപ്പൊ മുന്നോട്ട് പോട്ടെ. യെസ്, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ പറയാം. ദ ബൂളിയൻ എക്സ്പ്രഷൻ എ സി പ്ലസ് ബി ഈക്വൽ ടു ബൂളിയൻ എക്സ്പ്രഷൻ എ സി പ്ലസ് ബി എ സി പ്ലസ് ബി സി ബാർ ഉണ്ട് കേട്ടോ. എ സി പ്ലസ് ബി സി ബാർ ഈക്വൽ ടു, ക്വസ്റ്റ്യനിൽ ഒരു ചെറിയ ചേഞ്ച് ഉണ്ട്. എ സി പ്ലസ് ബി സി ബാർ ഈസ് ഈക്വൽ ടു എന്നാണ് ക്വസ്റ്റ്യൻ.
യെസ്, എ ബി സി പ്ലസ് എ ബി ബാർ സി പ്ലസ് എ ബി സി ബാർ പ്ലസ് എ ബാർ ബി സി ബാർ. അപ്പൊ എക്സ്പ്രഷൻ ഏത് വരും? ഡി വരും ആൻസർ അല്ലേ? യെസ് യെസ് യെസ്, എല്ലാവർക്കും കിട്ടുന്നുണ്ടത്. എല്ലാവർക്കും ഓക്കെ അല്ലേ? ഇത് മുന്നോട്ട് പോട്ടെ, മുന്നോട്ട് പോകട്ടെ. പറഞ്ഞു മുന്നോട്ട് പോട്ടെ. ഓക്കെ അല്ലേ ഇത്? യെസ് യെസ് യെസ്. The Boolean function f of two variables x and y defined as the follows. f of 0 0, f of 0 1, f of 1 1 എന്ന് പറയുന്നത് 1 തന്നെയാണ്. f of 1 0 എന്ന് പറഞ്ഞ ഓപ്ഷൻ വരുന്ന സമയത്ത് മാത്രം 0. Assuming complement of x and y are not available. The minimum cost solution for realizing f using only 2 input NOR gate and 2 input OR gates, each having unit cost, would have a total cost. എത്ര ആയിരിക്കും എന്നുള്ള ചോദിച്ചേക്കാം. ഇതിന്റെ ഓപ്ഷൻ ഇതല്ല. 1 യൂണിറ്റ്, 2 യൂണിറ്റ്, 3 യൂണിറ്റ്, 4 യൂണിറ്റ്. ഇതാണ് ഓപ്ഷൻ. എ ബി സി ഡി ഓപ്ഷനിൽ 1 യൂണിറ്റ്, 2 യൂണിറ്റ്, 3 യൂണിറ്റ്, 4 യൂണിറ്റ്. നമ്മളത് പറഞ്ഞേക്കുന്ന ഈ എക്സ്പ്രഷൻ നമുക്ക് ഉണ്ടാക്കിയെടുക്കണം, ശരിയല്ലേ? എഫ് ഓഫ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഉണ്ടാക്കിയെടുക്കണം. ഏത് വെച്ചിട്ട്? നോർ ഗേറ്റും ഓർ ഗേറ്റും വെച്ച്, 2 ഇൻപുട്ടോ നോർ ഗേറ്റോ ഓർ ഗേറ്റോ വെച്ചിട്ട്. രണ്ടിനും ഒരു ഗേറ്റ് യൂസ് ചെയ്യുന്നതിന് 1 യൂണിറ്റ് ആണ് എമൗണ്ട് എങ്കിൽ എത്രയായിരിക്കും ടോട്ടൽ കോസ്റ്റ് എന്ന് ചോദിച്ചേക്കാം. 2 ആയിരിക്കുമല്ലേ? എക്സ്പ്രഷൻ എന്തായിരിക്കും കിട്ടുന്നത്? എക്സ്പ്രഷൻ എന്തായിരിക്കും? എ ബാർ പ്ലസ് ബി അല്ലേ? എക്സും വൈയും ആയതുകൊണ്ട് എക്സ് ബാർ പ്ലസ് വൈ എന്ന് വരും, ശരിയല്ലേ? യെസ്, എക്സ് ബാർ പ്ലസ് വൈ എന്ന് വരും. അപ്പൊ അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ നമുക്ക് എന്ത് വേണം? എക്സ് ബാറും ഓർ ഗേറ്റ് ആയതുകൊണ്ട് നമുക്ക് എക്സ് ബാറിന്റെ കിട്ടിയാൽ മതി. എക്സ് ബാറിന്റെ കോംപ്ലിമെന്റ് ഇല്ലെന്ന് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യും? നമ്മൾ എന്ത് ചെയ്യും? നോർ ഗേറ്റ് അപ്ലൈ ചെയ്യും. ഓക്കെ അല്ലേ? ഇത് ഒരു ഓർ ഗേറ്റും ഒരു നോർ ഗേറ്റും. എല്ലാവർക്കും ഓക്കെ അല്ലേ? അപ്പൊ എത്ര യൂണിറ്റ് വേണ്ടി വരും? 2 യൂണിറ്റ് വേണ്ടി വരും. ഓക്കെ അല്ലേ? ഇത് മുന്നോട്ട് പോകട്ടെ. പറയൂ.